ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് ജ്യോതിഷത്തിൽ പുനർജന്മത്തിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഭാരതീയ വേദാന്തം അനുസരിച്ചും ജ്യോതിഷ സിദ്ധാന്തം അനുസരിച്ചും ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും വിശദീകരിക്കുന്നത് അനുസരിച്ചും മനുഷ്യന് പുനർജന്മമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിൽ നിന്ന് പുനർജന്മവും ഉണ്ടാകുന്നു. പൂർവജന്മത്തിൽ ചെയ്ത ശുഭാശുഭ കർമ്മ ഫലങ്ങൾ അനുഭവിക്കാനാണ് ഈ ജന്മം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ ജന്മത്തിൽ ചെയ്ത ശുഭാശുഭ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ പുനർജന്മം ഉണ്ടാകുന്നു. ഒരാളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ നിന്ന് അയാളുടെ പൂർവ ജന്മ അനുഭവങ്ങൾ എന്തായിരുന്നു എന്ന് ജ്യോതിശാസ്ത്രം സൂചനകൾ തരുന്നു. അതുപോലെ അയാൾക്ക് പുനർജന്മം ഉണ്ടാകുമോ എന്നും ഗ്രഹസ്ഥിതിയിൽ നിന്നും മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഒരു ജാതകത്തിലെ ഗ്രഹനിലയിൽ 12ാം ഭാവത്തിൽ ഗുരു അല്ലെങ്കിൽ വ്യാഴം നിൽക്കുകയോ അല്ലെങ്കിൽ കേതു നിൽക്കുകയോ ചെയ്താൽ അയാൾക്ക് പുനർജന്മം ഉണ്ടാകില്ല, അയാൾക്ക് മോക്ഷം ലഭിക്കും. അതാണ് അതിൻ്റെ ഒരു മനുഷ്യ ശരീരത്തിന് 2 അവസ്ഥകളുണ്ട്: സ്ഥൂല രൂപവും സൂക്ഷ്മരൂപവും. ബാഹ്യ ശരീരമാണ് സ്ഥൂല രൂപം. സൂക്ഷ്മ ശരീരം എന്നതിനെ പ്രാണൻ, ആത്മാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ആത്മാവാണെങ്കിലോ 2 വിധമുണ്ട്: ജീവാത്മാവും പരമാത്മാവും. സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മാവ്. അനാദിയായ ജീവാത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ ജീവനോടൊപ്പമാണ് ജീവാത്മാവ് കഴിയുന്നത്. ദേശകാലങ്ങൾക്കതീതമായി സർവചരാചരങ്ങളിലും കാണപ്പെടുന്ന ചേതന തത്വമാണ് പരമാത്മാവ്, അതാണ് ഈശ്വരൻ. സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിന്റെ പ്രകാശനമാണ്. സൂക്ഷ്മ ശരീരം പുറത്തു പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നു. ബാഹ്യ ശരീരത്തിന്റെ എല്ലാ ക്രിയകളും സൂക്ഷ്മ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു. അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിന്ത, ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം, എടുക്കുക, ചരിക്കുക, സംസാരിക്കുക, വിസർജിക്കുക, പ്രത്യുൽപാദിപ്പിക്കുക. അതായത് അന്ധകരണം, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, പഞ്ചപ്രാണൻ ഇവയെല്ലാം ചേർന്നാണ് സൂക്ഷ്മ ശരീരം രൂപപ്പെടുന്നത്. ഈ ജന്മത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സൂക്ഷ്മ രൂപത്തിൽ മനസ്സിൽ സംഭരിക്കപ്പെടുന്നു. ഇവയാണ് ആഗ്രഹങ്ങളായി മാറുന്നത്. ഭാരതീയ തത്വചിന്ത അനുസരിച്ച് മുൻ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു മനുഷ്യ ശരീരം മാത്രമേ പുനർജന്മത്തിൽ കിട്ടൂ. മനുഷ്യന് മനുഷ്യജന്മം മാത്രമേ ലഭിക്കൂ. പുനർജന്മത്തിലും അങ്ങനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഒരു കുട്ടി പ്രകടിപ്പിക്കുന്ന സ്വഭാവ വിശേഷങ്ങളിൽ മുഴുവനും മാതാപിതാക്കളിൽ നിന്നുള്ളവ ആയിരിക്കില്ല. അനേകം ഗുണങ്ങൾ മാതാപിതാക്കൾക്കില്ലാത്തത് സന്താനങ്ങളിൽ പ്രകടമാകാറുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ എല്ലാ മക്കളും ഒരേപോലെ കഴിവും സ്വഭാവവിശേഷങ്ങളും ഇല്ലാതെ പോകുന്നത്. ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കുക: നാസതോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദാ. അതായത് ഇല്ലാത്തത് ഉണ്ടെന്ന അവസ്ഥയില്ല, അതുപോലെ തന്നെ ഉള്ളതിന് ഇല്ല എന്ന അവസ്ഥയും ഇല്ല. നമ്മിലുണ്ടാകുന്ന വാസനകൾ ഒരിക്കലും നശിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ശരീരത്തെ നിർമ്മിക്കുന്ന ശക്തികളും കർമ്മങ്ങളും സംസ്കാരങ്ങളും ശരീരം നശിച്ചാലും മറ്റൊരു രൂപത്തിൽ നിലനിൽക്കും, അപ്രകാശിതമായി. അത് പ്രകാശത്തിൽ വന്ന് രൂപം ആർജിച്ച് അതുകൊണ്ട് നശിച്ച ശരീരത്തിന് പകരം മറ്റൊരു ശരീരം ഉണ്ടായേ മതിയാവും. ജാതസഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ. ഗീതയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ജനിച്ചവൻ മരിച്ചാൽ ജനനം സുനിശ്ചിതമാണ്. ഇതൊക്കെയാണ് പുനർജന്മത്തിനെ ചുരുക്കി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.